നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് ക്യാമ്പസിൽ വെച്ചിട്ടല്ലെന്നും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ശേഷം കുന്നിൻ മുകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് പുറത്തുവരുന്ന പുതിയ വിവരം. ക്യാമ്പസിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചവർ തന്നെയാണോ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത്? അതോ പുറത്തുനിന്നുള്ള ആരെങ്കിലുമാണോ കൃത്യം നിർവഹിച്ചത്? ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് ദുരൂഹതയുയർത്തുന്ന ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കൊലപാതകികൾ ഇപ്പോൾ കേരളത്തിന്റെ അതിർത്തി വിട്ടതായും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന പോലീസിനും സംഭവത്തിൽ വലിയ പങ്കുണ്ടെന്നാണ് ആരോപണമുയരുന്നത്. സിദ്ധാർത്ഥിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കുടുംബമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നു. അതേസമയം മർദ്ദനത്തിൽ ഗൂഢാലോചന നടന്നതായി തെളിഞ്ഞതുകൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മർദ്ദനം, തടഞ്ഞുവയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ തിരികെ കോളേജിലേക്ക് വിളിപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആൾക്കൂട്ട വിചാരണ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരിച്ചു വിളിച്ചതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞിരുന്നു. എന്നാൽ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്.